ഹായ് ഗായ്സ്, എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് വ്ലോഗ് പ്ലസ് സ്റ്റഡി റുട്ടീനായിട്ടാണ്. പക്ഷേ സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈവനിങ് വ്ലോഗും സ്റ്റഡി റുട്ടീനും ഒന്ന് തന്നെയാണ്. ഈവനിങ് വ്ലോഗ് ഞാൻ പഠിക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ രാവിലത്തെയും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലത്തെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് ഞാൻ അപ്പോൾ ഇരുന്ന് പറയുന്നുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ കുറേ പറയുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് കുറേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഈ സംസാരം വായക്കനങ്ങാമല്ലോ, അപ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ. എനിക്കെന്തോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇതില്ല. പക്ഷെ അപ്പം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് മിണ്ടാതിരിക്കാൻ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഭയങ്കര മിണ്ടിക്കൊണ്ടേയിരിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ ക്ലാസ്സിലൊക്കെയാണ് ഞാൻ മിണ്ടി എൻ്റെ അടുത്തിരിക്കുന്നവന്മാരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചെവിയുടെ ഫിലമെൻ്റ് അടിച്ചു പോലും. അത്രയും ഒച്ചയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ തന്നെ പഠിക്കാൻ പോകാൻ ഞാൻ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് തന്നെ നാളത്തെ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചു. അതിനകത്ത് തരം തിരിച്ചു, അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പഠിക്കാനില്ലാത്തത് എന്തൊക്കെയെന്ന് അങ്ങനെ തരം തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ളും സ്പീഡായി ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയതാണ് കേട്ടോ, ലോങ് വീഡിയോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതാക്കാമെന്ന് എഴുതിയിട്ട് സ്പീഡാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു പിക്ചർ. അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് പയ്യെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ, എന്തൊക്കെ എനിക്ക് തന്നെ അറിഞ്ഞൂടെ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പനിയും കളറൊക്കെ അവിടെ കൊണ്ട് വെച്ച് അപ്പോൾ ഫുള്ളും അത് പൊളിഞ്ഞിരിക്കുമായിരുന്നേ. അതൊക്കെ കാണിച്ചു തന്നെ. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു ബുക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ടിക്കിട്ടുകൊണ്ടേയിരിക്കും. അടുത്തത് മലയാളത്തിൻ്റെ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു ഡിക്റ്റേഷൻ, അതിന് തെറ്റായിരുന്നു. അപ്പോൾ അത് എഴുതി പഠിക്കാൻ ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതെടുത്ത് എഴുതി ടിക്കിട്ടു. അടുത്തെൻ്റെ റഫ് ബുക്കായിരുന്നു. അത് ടെഡി ബെയറൊക്കെ കണ്ട് നാളെ ഡിക്റ്റേഷനുള്ളത് ഞാൻ ഇങ്ങനെ വായിച്ച് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി നാളെ മാർക്ക് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇമ്പോസിഷൻ എഴുതണ്ടല്ലോ, അതുകൊണ്ടായിരുന്നു വായിച്ച് പഠിച്ച് പിന്നെ ടിക്കൊക്കെ ഇട്ട്. പിന്നെ ഹിന്ദി ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിരുന്ന് വായിച്ച് എന്നുവെച്ചാൽ ഭയങ്കര വലിയ ലോങ് വീഡിയോ ആയിരുന്നു. ഒരു മണിക്കൂർ ഫുള്ളും എടുത്തിട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ സ്പീഡൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡയറി, എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഡയറി ഇപ്പോൾ എന്തോ കീറിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒട്ടിച്ചു. പിന്നെ കണ്ണാടികളൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കുമായിരുന്നു ഞാൻ. പിന്നെ പശ നേരത്തെ ഒട്ടിച്ച് വെച്ചായിരുന്നു കയ്യിൽ. അപ്പം അതിനകത്തൊക്കെ ഞാൻ ഊരി പറിച്ച് കളിക്കുമായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്ക് മാത്സിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് അച്ഛന് മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് രാവിലത്തെ ലുക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ മാത്സ് എക്സിബിഷന് എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. എത്രാമത്തേതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ രാവിലെ ഇരുന്ന് എനിക്ക് മാത്സ് ചെയ്യണമായിരുന്നു. പിന്നെ അതേ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലത്തെ കോലം ആരും കണ്ട് പേടിക്കരുത്. ഞാൻ തലേന്ന് രാത്രി പിരിക എഴുതിയിട്ടാണ് കിടന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് രാവിലെ പിരിക എഴുതുന്നത് ഇഷ്ടമേ അല്ല. അതുകൊണ്ടാണ് എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയായിട്ടായി. അപ്പോൾ ഞാൻ വീണ്ടും ടിക്കിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയത് ക്യാമറ. വീണ്ടും അമ്മ വന്നു. പിന്നെ അമ്മ എനിക്ക് വന്ന് പാൽ കൊണ്ട് തന്നായിരുന്നു, ബൂസ്റ്റ്. അപ്പോൾ അതെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കിട്ടിയതൊക്കെ കാണിച്ചു തരാൻ. എക്സിബിഷൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് സയൻസ് എക്സിബിഷൻ ആയിരുന്നു. അപ്പോൾ അതിന് പ്രൈസൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ സോളിഡ് ലിക്വിഡ് മാറ്റേഴ്സിനെ കുറിച്ചാണ്. പിന്നെ മിഡ്ലാൻഡ്, ലോലാൻഡ്, ഹൈലാൻഡ്, സോഷ്യൽ സയൻസിൻ്റെ അതിനും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ മാത്സിനാണ് പ്രൈസ് കിട്ടിയത്. ഒരു ഡയഗണൽ മൂവ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഞാൻ അത് എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ പാൽ കുടിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പോൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെയൊക്കെ എഴുതും. എനിക്ക് മടി പിടിച്ചിരിക്കുക കേട്ടോ. ഹോംവർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല മടിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റഡി പ്ലസ് ഈവനിങ് വ്ലോഗ്. ബൈ.